ിൽ കുടുംബശ്രീക്കാരും സന്നദ്ധ സേവന അംഗങ്ങളും പിന്നെ ഹെൽത്ത് മിഷനും എല്ലാവരും കൂടി നടപ്പാക്കുന്ന വലിയ പദ്ധതിയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ നടത്തിയ പദ്ധതികൾ വളരെ വിജയകരമായിരുന്നു. സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ രീതിയിലുള്ള പദ്ധതികൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പണ്ടുതൊട്ടേ നമ്മൾ ആര് മാറി മാറി ഭരിച്ചാലും മാടക്കത്ര പഞ്ചായത്തിന് വികസന രംഗത്ത് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് വാസ്തവത്തിൽ തൃശ്ശൂരിൻ്റെയും ജില്ലയ്ക്കപ്പുറത്തേക്കും മലമടകൾക്ക് അപ്പുറത്തേക്കൊക്കെ സന്ദേശം പോയിട്ടുണ്ട്. നമ്മുടെ പഴയ മുയൽ വളർത്തലും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ എന്നതുപോലെ തന്നെ ശുചിത്വ മിഷൻ്റെ കാര്യത്തിലും നമുക്ക് മനോഹരമാണ്. അപ്പോൾ നമ്മൾ ഈ ആശുപത്രിയുടെ ഒരു പരിസരം തന്നെ നോക്കുക. ഡോക്ടർ പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരു സൗഹാർദ്ദം പോലെ തന്നെ അന്തരീക്ഷം പോലെ തന്നെ പരിപൂർണമായ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇതിലൊക്കെ ഞങ്ങളുടെ നിതാന്തമായ ജാഗ്രതയുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യപരിപാലനവുമായി ബന്ധപ്പെട്ട ഒരു ടീം വർക്ക് കുടുംബശ്രീക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും നിങ്ങളുടെ ഒപ്പമുണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു സജീവത ഉണ്ടാക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താം. മരിക്കാത്ത ഭൂമി ഇതു നിന്റെ മൃതിശാന്തി ഗീതം, ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. ഉയരറ്റ നിൻ മുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ, ഉദകം പകർന്നു വിലപിക്കാൻ. ഇവിടെ അവശേഷിക്കയില്ല ഞാനാകയാൽ ഇതുമാത്രമിവിടെ എഴുതുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ. സംസ്ഥാന സർക്കാരിൻ്റെ ഹരിത കേരളം പരിപാടിയുടെ ഭാഗമായിട്ട് മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡിലും നടന്നു വരുന്ന ശുചിത്വ പരിപാടികളും അതുപോലെ തന്നെ മണ്ണ് ജല സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കിണറുകളും കുളങ്ങളും വൃത്തിയാക്കൽ മാലിന്യ വിമുക്തമായൊരു പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് 16-ാം വാർഡിലെ കുടുംബശ്രീ അതുപോലെ തന്നെ ADS ഭാരവാഹികളും തൊഴിലുറപ്പ് പരിപാടിയിലെ മേച്ചന്മാരും തൊഴിലാളികളുമൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണിത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും എല്ലാവിധ നന്ദി, എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഈ പരിപാടി ഇനിയും തുടർന്ന് അവസാനിക്കുകയല്ല. ഇന്ന് 8-ാം തീയതി തുടക്കം വെച്ചിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ പരിപാടിയായിട്ടും ഈ മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലെ ശുചിത്വത്തിൻ്റെ ഭാഗമായി മുഴുവൻ പ്രദേശങ്ങളിലും മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും എല്ലാവരെയും എല്ലാ വിഭാഗമായിട്ടുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. കാർഷിക മേഖലയിൽ അനേകം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ രംഗത്തും നല്ല നല്ല പരിപാടികൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? കേരള സർക്കാരിൻ്റെ നവകേരള പദ്ധതി പ്രകാരം ഹരിത കേരളം, അതൊരു ശുചിത്വ കേരളമാക്കുക, അതുപോലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, ഇത്തരത്തിൽ ഉള്ള കുളങ്ങളെല്ലാം വൃത്തിയാക്കി ജനങ്ങൾക്ക് ഉപകാരമാക്കിക്കൊണ്ട് വേനൽക്കാലത്ത് കുടിവെള്ളത്തിന് ക്ഷാമം പരിഹരിക്കാനുള്ളൊരു സംവിധാനം. അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ ഈ വാർഡ് 12-ൽ നിന്ന് ഈ ശങ്കരൻകുളം ഞാൻ നാട്ടുകാരും രാഷ്ട്രീയ മറ്റു കക്ഷികളും എല്ലാവരും കൂടി കുടുംബശ്രീക്കാർ തൊഴിലുറപ്പുകാരെ സഹകരിച്ചു ഒരു പരിപാടി. ഇതേ മോഡൽ കേരളത്തിലൊരു മാതൃക ഇന്ന് സംസ്ഥാന തലത്തിൽ എല്ലാ തലത്തിലും ഉണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നടത്തുന്നത്. ഈ കുളം കുറേ കാലങ്ങളായി കാലാഹാരം കെട്ടി കിടക്കുന്ന പോലെ കിടക്കുകയാണ്. തന്നെയല്ല, ഈ കുളം റോഡിൻ്റെ സൈഡ് ഒഴിഞ്ഞു പോയി. അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൂടി ഒന്ന് കെടുത്തുന്നതിനും വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ MLA ഒരു നല്ല ഒരു സഹായം ചെയ്യാം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് വരും ഇത്രയും കാര്യങ്ങളാണ് സർക്കാർ
ഹരിത കേരളം സർക്കാരിനൊപ്പം അതിൽ ഞങ്ങൾ എല്ലാവരും അണിചേരുന്നു. വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം. കേരള സർക്കാരിൻ്റെ ഹരിത കേരളം പദ്ധതിയിൽ കേരളം മിഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ 9-ാം വാർഡ് കിഴക്കേ വെള്ളാനിക്കര മാടക ഗ്രാമപഞ്ചായത്തിൽ എല്ലാ അംഗങ്ങളും അണിനിരത്തിക്കൊണ്ട് നമ്മളൊരു പ്രൊജക്റ്റ് നടത്താൻ കഴിഞ്ഞു. ഇതിലെല്ലാം കുടുംബശ്രീ, CDS, തൊഴിലുറപ്പ് പദ്ധതിക്കാർ, പിന്നെ പ്രമുഖർ, രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് നമുക്ക് ഈ പഞ്ചായത്തിൻ്റെ ഒരു ഹരിത കേരളം വളരെ നല്ല രീതിയിൽ തന്നെ നടത്താൻ സഹായിച്ച ഇവിടെ ഓരോരുത്തർക്കും പ്രത്യേകം വാർഡിൻ്റെ പേരിൽ മെമ്പർ എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വാസം സാധ്യമോ? നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള സംസ്ഥാന സർക്കാർ നവകേരള മിഷൻ എന്ന പേരിൽ 4 പദ്ധതി ഉൾപ്പെടുത്തി നടപ്പിലാക്കുക. അതിലൊന്ന് ഹരിത കേരളം, ലൈഫ്, ആർദ്രം, പൊതുവിദ്യാഭ്യാസം, സംരക്ഷണം. ഈ 4 കാര്യത്തിൽ ഹരിത കേരളം പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും നടക്കുകയാണ്. അതിന് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് വൃത്തിയിലൂടെ പച്ചപ്പിലേക്ക് എന്ന സന്ദേശവുമായി വൃത്തിയുള്ള അന്തരീക്ഷം, ജലസമൃദ്ധമായ അവസ്ഥ, നല്ല ആരോഗ്യ ഭക്ഷണത്തിന് വേണ്ടി ജൈവ കൃഷി, ഈ 3 പദ്ധതി പ്രധാനമായി ഊന്നിക്കൊണ്ടാണ് ഇന്ന് ഹരിത കേരളം പദ്ധതി നടപ്പിലാക്കുന്നത്. എന്തായാലും ഇവിടെ ഈ നമ്മുടെ ഏറ്റവും സമ്പന്നമായ ജലസ്രോതസ്സായ കച്ചിത്തോടിനെ ഒന്ന് ആ പരിസരം വൃത്തിയാക്കാൻ നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് സാമൂഹ്യ വിരുദ്ധൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് തയ്യാറായ ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകരെയും നാട്ടുകാരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. തണലു കിട്ടാൻ തപസിലാണിന്നിവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ എന്നൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇവിടെ എന്നൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇലകൾ മൂളിയ മർമരം കിളികൾ. ഹരിത കേരളം 2016 അതിൻ്റെ ഭാഗമായി കേരള സംസ്ഥാനത്ത് എല്ലാ പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകളുടെയൊക്കെ നേതൃത്വത്തിൽ മണ്ണ്, ജല, ജൈവ സമ്പത്ത് സംരക്ഷിക്കുകയും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം നടത്തുകയും പച്ചക്കറികൾ നട്ടും അതുപോലെ തന്നെ മറ്റെല്ലാ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് വലിയ പ്രോഗ്രാം ഇന്നിവിടെ നടക്കുകയാണ്. ഹരിത കേരളം 2016 മിഷനിൽ സർക്കാരിനൊപ്പം ഞങ്ങളും മാടക്കത്ര പഞ്ചായത്തും അണിചേരുന്നു. മർമരം കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ ഇങ്ങു നിലച്ചു കേൾപ്പത് പൃഥ്വി തന്നുടെ നിലവിളി. നിറങ്ങൾ മായും ഭൂതലം വസന്തമിങ്ങു വരാത്തിടം. നിറങ്ങൾ മായും ഭൂതലം വസന്തമിങ്ങു വരാത്തിടം. നാളെ നമ്മുടെ ഭൂമിയോ. 7ാം വാർഡ് മെമ്പറാണ് ഞാൻ. ഈ ഹരിത കേരളം മിഷൻ്റെ ഭാഗമായിട്ട് ഉള്ള ശുചീകരണ പ്രവർത്തനത്തിൽ തൊഴിലുറപ്പ് പ്രവർത്തകരും എല്ലാവരും കൂടെ ഈ കാനാൽ ഭാഗം വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹരിത കേരള മിഷന് എല്ലാവിധ ആശംസകളും വരുന്നു. അത് ഏറ്റവും വിജയപ്രദമായി തീരുവാനായിട്ട് മൂടിയ പാഴ്നിലം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ?
ഹരിത കേരളം നമ്മുടെ പരിപാടി മാടക്കത്ര പഞ്ചായത്തിൻ്റെ 5-ാം വാർഡ് മെമ്പർ ഞങ്ങളും ഇതിനൊപ്പം ചേരുന്നു. കുടുംബശ്രീ അംഗങ്ങളും വാർഡ് വികസന സമിതി തൊഴിലുറപ്പ് എല്ലാവരും കൂടിയാണ് ഈ പണി ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. സ്വാർത്ഥ ചിന്തകളുള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോ, ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നെ നന്മകൾ. നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. ഒരുമയോടെ നമുക്ക് ഹരിത കേരളം പരിപാടിയുടെ ഭാഗമായിട്ട് 10-ാം വാർഡ് മാടക്കത്ര പഞ്ചായത്തിലെ 10-ാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പുകാരും നമ്മളിൽ ഒരുമിച്ച് പങ്കുചേരുന്നു. ഇനി നമുക്കീ മണ്ണിൽ വേണ്ടെന്നൊരു മനസ്സായി ചൊല്ലിടാം. വികസനം അത് മർത്യ മനസ്സിൻ അതിരിൽ നിന്ന് തുടങ്ങണം. വികസനം അത് മർത്യ മനസ്സിൻ അതിരിൽ നിന്ന് തുടങ്ങണം. വികസനം അത് നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം. വികസനം അത് നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും മലിനമായ മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് മുട്ടിക്കൽ മേക്കനാമറ്റം കുന്ന് ഈ പഞ്ചായത്തിൽ ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. ഇവിടെ ഒരു ഓലി, അതായത് പാറയിടുക്കിൽ നിന്ന് വരുന്ന ഒരു ജലസ്രോതസ്സ്, ഏകദേശം ഒരു 12ഓളം കുടുംബങ്ങൾക്കുള്ളൊരു കുടിവെള്ളത്തിൻ്റെ ഒരു ഉറവിടമാണ് ഇവിടെ. പരിപാലിച്ച് സംരക്ഷിച്ച് ഉറപ്പുവരുത്തുന്ന ചുമതല നാട്ടുകാരുടെ ആവശ്യവും, പ്രത്യേകിച്ച് ഒരു വാർഡ് മെമ്പറെന്നുള്ള നമ്മളെങ്ങനെ ഒരു താല്പര്യങ്ങൾ മുൻനിർത്തി ഹരിത കേരളം പദ്ധതിയിൽ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പരിപാലിക്കുന്ന ഒരു ശ്രമദാനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകത്ത് അയൽക്കൂട്ടക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ എന്ന് വേണ്ട ഈ ദേശനിവാസികളെല്ലാവരെയും അകമഴിഞ്ഞ സജീവമായ സാന്നിധ്യവും പങ്കാളിത്തം കൊണ്ട് ഇത് ഭയങ്കര നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്നു. ഈ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സാണത്. അതൊരു ഈ കുന്നിൻ്റെ മുകളിലൊരു ഉറവിട കണ്ടെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഋതുക്കളിൽ വന്ന മാറ്റം ഇവിടെ കുടിവെള്ളത്തിന് ക്ഷാമം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ്. ഈ ഉറവ സംരക്ഷിക്കപ്പെടുന്നതോട് കൂടിയിട്ട് ഒരു 15 കുടുംബങ്ങളിലെ കുടിവെള്ള പ്രശ്നം ഇതോടുകൂടി പരിഹരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു
അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളെ